Good morning to all. Today we started the another chapter, that is enquiry and inspection. The enquiry deals with the section 65 and rule number 66 of the Cooperative Society Act. So first we move on the topics, that is enquiry. The enquiry deals with the section 65, and enquiry is held by the registrar to enquire the constitution, working and financial condition of the society as and when occasions arises and circumstances warrant it. ദാറ്റ് മീൻസ് എൻക്വയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ വേർഡ്സിൽ നമ്മൾക്ക് പറയാം അന്വേഷണം എന്നൊക്കെ പറയാം. സോ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് സെക്ഷൻ 65 എൻക്വയറിനെ കുറിച്ച് പറയുന്നത്. സോ എൻക്വയറി ഹെൽഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രജിസ്ട്രാറാണ്. അതായത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിംഗ് കണ്ടീഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ക്രമക്കേടുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാറാണ് ഈ എൻക്വയറി നടത്താനായിട്ട് ഉത്തരവിടുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിംഗ് കണ്ടീഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ അവർ റൺ ചെയ്യുന്നുണ്ട്, അതായത് മെമ്പേഴ്സ് റൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സ് റൺ ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് ഒരു എൻക്വയറി നടത്താനായിട്ടുള്ള അവകാശമുണ്ട്. സോ ഇത് മെയിൻലി നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസൊക്കെ അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസൊക്കെ നോട്ടീസ് ചെയ്ത സമയത്താണ് മെയിൻലി നമ്മൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ മേലെ നമ്മളൊരു എൻക്വയറി നടത്തുന്നത്. സോ എൻക്വയറി ഡൺ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ദാറ്റ് മീൻസ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇറഗുലാരിറ്റീസൊക്കെ നോട്ടീസ് ചെയ്യുകയാണ്, അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിംഗ് കണ്ടീഷനെ എഫക്റ്റ് ചെയ്യുകയാണെന്ന് രജിസ്ട്രാർക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടൈമിലും എൻക്വയറി നടത്താനായിട്ടുള്ള അവകാശം രജിസ്ട്രാർക്കുണ്ട്. അപ്പോൾ ഈ എൻക്വയറി നടത്തുന്നത് സെർട്ടൈൻ സർക്കംസ്റ്റാൻസസിലാണ്. ദ എൻക്വയറി ഈസ് ഓർഡേഴ്സ് അറ്റ് ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ചില സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ എൻക്വയറി കണ്ടക്ട് ചെയ്യുന്നത്. സോ അത് എങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിലാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ എൻക്വയറി നടത്തുന്ന സിറ്റുവേഷൻ, ഫസ്റ്റ് വൺ ഈസ് രജിസ്ട്രാർ ഓൺ ഹിസ് ഓൺ അക്കൗണ്ട്. ദാറ്റ് മീൻസ് രജിസ്ട്രാർക്ക് സ്വമേധയാൽ, അതായത് എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ രജിസ്ട്രാർക്ക് സ്വമേധയാൽ എൻക്വയറി നടത്താനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. സെക്കൻഡ് കേസ് പറയുന്നതാണ് ഓൺ ആൻ എൻക്വയറി റിപ്പോർട്ട് ഓഫ് എ വിജിലൻസ് ഓഫീസർ. അതായത് വിജിലൻസ് ഓഫീസറിൻ്റെ എൻക്വയറി റിപ്പോർട്ടിന്മേൽ, അതായത് എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെന്ന് വിജിലൻസ് ഓഫീസർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്മേൽ നമ്മൾക്ക് എൻക്വയറി നടത്താനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഓൺ റിപ്പോർട്ട് ഓഫ് എ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്ത് ഓഡിറ്റ് വർക്കിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സോ ഇറഗുലാരിറ്റീസോ ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും നമ്മൾക്ക് എൻക്വയറി നടത്താനായിട്ടുള്ള റൈറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ഓൺ ആൻ അപ്ലിക്കേഷൻ ഓഫ് മെജോറിറ്റി ഓഫ് ദ കമ്മിറ്റി മെമ്പേഴ്സ്. ദാറ്റ് മീൻസ് നമ്മുടെ മെജോറിറ്റി ഓഫ് ദ കമ്മിറ്റി മെമ്പേഴ്സ് ഒരു അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ്, എൻക്വയറി നടത്തണമെന്നൊരു അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് മേജർ മെമ്പേഴ്സും അപേക്ഷ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ എൻക്വയറി നടത്താനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഓൺ ആൻ അപ്ലിക്കേഷൻ ബൈ അപ്പെക്സ് സൊസൈറ്റി ഓർ ഫിനാൻസിങ് ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയുടെയോ താല്പര്യ പ്രകാരം നമുക്ക് എൻക്വയറി നടത്താനായിട്ട് പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഓൺ ആൻ അപ്ലിക്കേഷൻ ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റി. ഏതെങ്കിലും നമ്മുടെ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന അഫിലിയേറ്റഡ് സൊസൈറ്റിയുടെ അപേക്ഷയുമേലും നമ്മൾക്ക് എന്ത് നടത്താൻ പറ്റും? എൻക്വയറി. സോ എൻക്വയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയാണ്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിംഗ് കണ്ടീഷൻസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് വരാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഒരു അന്വേഷണം നടത്താം, എവിടേക്കാണ് എന്തൊക്കെ ഇറഗുലാരിറ്റീസ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടായത് എന്നറിയാനായിട്ട്. സോ എൻക്വയറി ജസ്റ്റ് മീൻസ് ആൻ അന്വേഷണം. സോ ഇത് സെക്ഷൻ 65 എൻക്വയറിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പവേഴ്സാണ്. Subsection 2 lays down that the registrar has a person authorized by him shall have a following powers for the purpose of enquiry. That means നമ്മൾ പറഞ്ഞു രജിസ്ട്രാർക്കാണ് എൻക്വയറി നടത്താനായിട്ടുള്ള റൈറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ സബ്സെക്ഷൻ 2 പ്രകാരം രജിസ്ട്രാർക്ക് കമ്പനിയുടെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ അധികാരങ്ങളും ഈ രജിസ്ട്രാർക്കാണ് വരുന്നത്. സോ ഹീ ഈസ് എ ഓതറൈസ്ഡ് പേഴ്സൺ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ എൻക്വയറി നടത്തുമ്പോൾ സർട്ടൻ കാര്യങ്ങളിൽ രജിസ്ട്രാർക്ക് കുറച്ച് റൈറ്റ്സ് ഉണ്ട്.
അതെന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഹി ഷാൽ ഹാവ് എ ഫ്രീ ആക്സസ് ടു ദ ബുക്സ്, അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, സെക്യൂരിറ്റീസ്, ക്യാഷ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ് ബിലോങ്ങിങ് ടു ഓർ അണ്ടർ കസ്റ്റഡി ഓഫ് ദ സൊസൈറ്റി. ദാറ്റ് മീൻസ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എൻക്വയറി നടത്താനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, സെക്യൂരിറ്റീസ്, ക്യാഷ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫ്രീലി ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് രജിസ്ട്രാർക്കുണ്ട്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിലുള്ള എല്ലാ ട്രാൻസാക്ഷൻ റെക്കോർഡ്സും ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് രജിസ്ട്രാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സെക്കൻഡ് വൺ പറയുന്നത്, ഹി മേ സമ്മൺ ദ പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് ഓർ റെസ്പോൺസിബിൾ ഫോർ ദ കസ്റ്റഡി ഓഫ് എബോ തിങ്സ്. ദാറ്റ് മീൻസ് രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ രജിസ്ട്രാർ ആരെയാണോ ഒരു ഓതറൈസ്ഡ് പേഴ്സണായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണോ ഓതറൈസ്ഡ് പേഴ്സണാക്കിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ പേഴ്സൺസിന് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, സെക്യൂരിറ്റീസ്, അതർ തിങ്സ് എല്ലാം ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കും. തേർഡ് പോയിന്റ് പറയുന്നത്, ദ എൻക്വയറി ഓഫീസർ മേ ഹിംസെൽഫ് കോൾ എ ജനറൽ ബോഡി ഓർ ആസ് ദ പ്രസിഡന്റ് ഓർ സെക്രട്ടറി ടു ദ കൺവീൻസ് എ ജനറൽ ബോഡി മീറ്റിംഗ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്രൊവിഷൻ ബൈ ലോസ്. അതായത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ബൈലോസ് ഉണ്ട്, അത് പ്രകാരമാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിരിക്കുന്നത്. ഇൻ സർട്ടൻ സർക്കംസ്റ്റാൻസസിൽ പ്രസിഡൻറ്റിന് അല്ലെങ്കിൽ സെക്രട്ടറിക്ക് എൻക്വയറി കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ എൻക്വയറി ഓഫീസറിൻ്റെ ആവശ്യപ്രകാരം ഒരു ജനറൽ ബോഡി മീറ്റിംഗ് പെട്ടെന്ന് തന്നെ വിളിക്കാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സബ്സെക്ഷൻ 2 പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് രജിസ്ട്രാർക്ക് അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സൊക്കെ ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ പറഞ്ഞത് രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ആരാണോ രജിസ്ട്രാർ ഓതറൈസ്ഡ് പേഴ്സണായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആ പേഴ്സണും ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് വൺ പറഞ്ഞത് ബൈലോസ് പ്രകാരമല്ലാണ്ട് തന്നെ എന്തെങ്കിലും സർട്ടൻ സർക്കംസ്റ്റാൻസസിൽ എൻക്വയറി ഓഫീസർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡൻറ്റിനോ സെക്രട്ടറിക്കോ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വി മൂവ് ഓൺ ദ സബ്സെക്ഷൻ 3. The subsection 3 insists that the result of inquiry should be communicated to the Circle Cooperative Union and Finance Bank of the area. അതായത് സബ്സെക്ഷൻ 3 പറയുന്നത്, നമ്മൾ എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണോ, ദാറ്റ് മീൻസ് എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇറഗുലാരിറ്റീസോ കാര്യങ്ങളും കണ്ടുപിടിക്കാതിരിക്കുകയോ ചെയ്യുന്നത് എന്തുമായിക്കോട്ടെ, നമ്മൾ അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് എന്താണോ കിട്ടിയത് അത് നമ്മൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബാങ്ക്, നമ്മുടെ ആ ഏരിയയിലുള്ള ഫിനാൻഷ്യൽ ബാങ്കിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. സോ അതാണ് പറയുന്നത്, ഇൻസിസ്റ്റ് ദാറ്റ് ദ റിസൾട്ട് ഓഫ് എൻക്വയറി ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഫിനാൻസിംഗ് ബാങ്ക് ഓഫ് ദ ഏരിയ. നെക്സ്റ്റ് പറയുന്നത് സബ്സെക്ഷൻ 4 ആണ്. സബ്സെക്ഷൻ 4 പ്രൊവൈഡ്സ് ദാറ്റ് when the enquiry may revealed only minor defect of the register may be directed to the society to take the suitable action and rectify the defect within the specified time. സബ്സെക്ഷൻ 4 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എൻക്വയറി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മൈനർ മിസ്റ്റേക്സ് ആണ് രജിസ്ട്രാർ ഡിക്റ്റേറ്റ് ചെയ്തെടുത്തതെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയും അതിന് ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ഷൻ എന്താണ്, അതായത് ആ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ഷൻ എന്താണെന്ന് ഒരു സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ തന്നെ രജിസ്ട്രാർ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് എന്തെങ്കിലും നമ്മൾ എൻക്വയറി നടത്തി എന്തെങ്കിലും മൈനർ മിസ്റ്റേക്സ് ആണ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് എന്നുണ്ടെങ്കിൽ ആ മൈനർ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യുക, അതായത് കറക്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിന് ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. ആരാണ് രജിസ്ട്രാർ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് പ്രൊസീജിയർ ഓഫ് കണ്ടക്ട് ഓഫ് എൻക്വയറി. നമ്മുടെ എൻക്വയറി നടത്തുന്നതിൻ്റെ പ്രൊസീജിയറാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. When the registrar make order for enquiry, it shall contain a specific point of enquiry. A copy of such order is served to the president and secretary of the cooperative society. That means എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രജിസ്ട്രാറാണ് എൻക്വയറി കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എൻക്വയറി നടത്താനായിട്ടുള്ള റീസൺ എന്താണെന്നുള്ളതും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി, ദാറ്റ് മീൻസ് എന്ത് പോയിന്റ് കൊണ്ടാണ് നമ്മൾ എൻക്വയറി കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളതും ഇതിൻ്റെ
അതിൻ്റെ ഒരു കോപ്പി നമ്മൾ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റിനും രജിസ്ട്രാർക്കും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഇതാണ് ഫസ്റ്റ് പറയുന്നത്. രജിസ്ട്രാർ എൻക്വയറി കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ എൻക്വയറി എന്ത് പർപ്പസ് കൊണ്ടാണ് എൻക്വയറി നടത്തുന്നതെന്നുണ്ടെന്നും അതിൻ്റെ ഒരു കോപ്പി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റിനും രജിസ്ട്രാർക്കും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. The next paragraph says, on receipt of the order of enquiry, the person authorized to conduct the enquiry shall proceed to examine the relevant books, accounts and other documents in the possession of the society and any of its officers, members, etc. He will submit a report concerning all points of enquiry. It shall contain latest balance sheet and names of the members of committee and secretary. In the report shall be also contain his findings. അതായത് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഒരു ഓതറൈസ്ഡ് പേഴ്സണ് എൻക്വയറി നടത്താനായിട്ടുള്ള പ്രൊവിഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ ദാറ്റ് മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിൻ്റെ കയ്യിലിരിക്കുന്നതാവട്ടെ, ഓഫീസേഴ്സിൻ്റെ കയ്യിലിരിക്കുന്നതാവട്ടെ, അങ്ങനെ ഏത് ബുക്സ് ഓഫ് റെക്കോർഡ്സ് ആണ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഈ ഓതറൈസ്ഡ് പേഴ്സൺ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് നമ്മൾ എൻക്വയറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയും വേണം. ആ എൻക്വയറി റിപ്പോർട്ടിൽ നമ്മൾ എൻക്വയറി നടത്തിയപ്പോൾ എന്താണോ നമ്മൾ മേജറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഫൈൻഡിങ്സ് എന്നുള്ളതും കൂടി ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ന്യൂ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയും ആ പ്രിപ്പയർ ചെയ്ത ബാലൻസ് ഷീറ്റിൽ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയും സെക്രട്ടറിയുടെയും നെയിമും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആരാണോ ആ പേഴ്സൺ മെമ്പേഴ്സിൻ്റെ ഓഫീസേഴ്സിൻ്റെ കയ്യിലുള്ള എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മേജർ ഫൈൻഡിങ്സ് എന്താണോ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് അത് പ്രസൻറ്റ് ചെയ്യണം. ഓൾസോ ബാലൻസ് ഷീറ്റ്, ഒരു പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയും അതിൻ്റെ അകത്ത് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയും സെക്രട്ടറിയുടെയും നെയിംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാരഗ്രാഫ്. The register shall pass such orders after giving a reasonable opportunity of being heard to the society or person concerned. The registrar may communicate the result of enquiry to the financing bank and circle cooperative union. The registrar may also communicate the enquiry result to the society. He may also direct to the society to take appropriate action and remedy the defects on the part of society. തേർഡ് പാരഗ്രാഫിൽ പറയുന്നത് രജിസ്ട്രാർ ഈ ഓർഡേഴ്സ് പാസ്സാക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പേഴ്സൺസ്, ദാറ്റ് മീൻസ് സൊസൈറ്റി ആയിക്കോട്ടെ പേഴ്സൺസ് ആയിക്കോട്ടെ, അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് ഇതൊക്കെയാണ് നമ്മൾ ഈ എൻക്വയറിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഫൈൻഡിങ്സ് ഇതൊക്കെയാണെന്നുള്ളത് നമ്മുടെ സൊസൈറ്റിനെയും അതേപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പേഴ്സൺസിനെയും പറഞ്ഞു കേൾപ്പിക്കും. അതിന് ശേഷം മാത്രമായിരിക്കും രജിസ്ട്രാർ ഒരു ഓർഡർ പാസ്സാക്കുന്നത്. രജിസ്ട്രാർ ഷാൾ pass such orders after giving a reasonable opportunities of being heard of the society and person. That means ഇങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കുന്നതിന് മുമ്പ്, ദാറ്റ് മീൻസ് എൻക്വയറി കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന പേഴ്സൺസിന് അല്ലെങ്കിൽ സൊസൈറ്റി മെമ്പേഴ്സിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആളോട് പറയാനുള്ളത്, അതായത് ഇങ്ങനെ എൻക്വയറി നടത്തുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആൾക്ക് പറയാൻ പറ്റുള്ളവർക്ക് പറയാനുള്ളതും കൂടി ആൾ നോക്കും. അതിനുശേഷം മാത്രമായിരിക്കും ആൾ ഓർഡർ പാസ്സാക്കുന്നത്. അതേപോലെ എൻക്വയറി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ രജിസ്ട്രാർ മേ കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട് ഓഫ് എൻക്വയറി ടു ദ ഫിനാൻസിംഗ് ബാങ്ക് ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. എൻക്വയറി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഫിനാൻസിംഗ് ബാങ്കിനെയും അതേപോലെ തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെയും ഈ രജിസ്ട്രാർ അറിയിക്കും. അതായത് അവരുമായിട്ട് ഇതിൻ്റെ റിസൾട്ട് ഇൻ്റെതാണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് രജിസ്ട്രാർ മേ ഓൾസോ കമ്മ്യൂണിക്കേറ്റ് ദ എൻക്വയറി റിസൾട്ട് ടു ദ സൊസൈറ്റി. അതേപോലെ ഫിനാൻസിംഗ് ബാങ്കിനെയും കോപ്പറേറ്റീവ് യൂണിയനെയും അറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സൊസൈറ്റിനെയും നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഫൈൻഡിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഹി മേ ഓൾസോ ഡയറക്ട് ദ സൊസൈറ്റി ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ആൻഡ് റെമഡി ടു ദ ഡിഫക്റ്റ് ഓൺ ദ പാർട്ട് ഓഫ് സൊസൈറ്റി. അതായത് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് വന്നിരിക്കുന്നത്
ആ മിസ്റ്റേക്സുകളൊക്കെ തിരുത്താനും അതേപോലെ എന്തൊക്കെ അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സാണ് ഈ മിസ്റ്റേക്കുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ റെമഡീസ് എന്തൊക്കെയാണെന്നുള്ളത് ഈ രജിസ്ട്രാർ പറഞ്ഞു കൊടുക്കും. അതാണ് പറയുന്നത് ഹി ഓൾസോ മേ ഡയറക്ട് ദ സൊസൈറ്റി ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ടു റെമഡി. അതായത് ഇങ്ങനൊരു എൻക്വയറി വന്നു, അപ്പോൾ ഇതിൽ നിന്ന് ഇത്ര ഡിഫക്ട്സ് ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ഈ ഡിഫക്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ റെമഡീസ് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഈ രജിസ്ട്രാർ ഇൻഫോം ചെയ്യും. അപ്പം ഇത്രയാണ് പ്രൊസീജിയർ ഓഫ് കണ്ടക്റ്റിംഗ് ഓഫ് എൻക്വയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 66A, ദാറ്റ് ഈസ് പവർ ഓഫ് രജിസ്ട്രാർ ടു ഗീവ് ഡയറക്ഷൻസ്. അപ്പോൾ 66Aയിൽ പറയുന്നത് പവർ ഓഫ് രജിസ്ട്രാർ ടു ഗീവ് ഡയറക്ഷൻസ്, അതായത് നമ്മൾ ഡയറക്ഷൻസ് കൊടുക്കുന്നതിൽ രജിസ്ട്രാറിനുള്ള പവർ, അതാണ് സെക്ഷൻ 66Aയിൽ ഡീൽ ചെയ്യുന്നത്. So, subject to the provision of the Act and the rules made by thereunder, the registrar may issue general directions and guidelines to any or all of the cooperative societies in furtherance of the purpose of the Act or implementing the government policies for the benefit of the members and the general public. That means പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവിഷൻസോ അതേപോലെ തന്നെ എന്തെങ്കിലും റൂൾസോ റിലേറ്റഡുമായിട്ട് രജിസ്ട്രാർ എന്തെങ്കിലും ജനറൽ ഡയറക്ഷൻസോ ഗൈഡ് ലൈൻസോ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിൻ്റെയും ജനറൽ പബ്ലിക്കിൻ്റെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കണം. അതായത് എന്തെങ്കിലും ഗവൺമെൻറ് പോളിസീസോ കാര്യങ്ങളോ എല്ലാം ചിലപ്പോൾ രജിസ്ട്രാർക്ക് ചില സിറ്റുവേഷൻസിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിനും ജനറൽ പബ്ലിക്കിനും എപ്പോഴും ബെനിഫിറ്റ് ഉണ്ടാവുന്ന കാര്യത്തിനായിരിക്കും ഈ പവേഴ്സ് രജിസ്ട്രാർ യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് രജിസ്ട്രാർ പബ്ലിക്കിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതും. സോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മിസ് സെക്ഷൻ 66Aയിൽ പറയുന്നത് പവർ ഓഫ് രജിസ്ട്രാർ ടു ഗിവ് എ ഡയറക്ഷനാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹെഡായിട്ടുള്ള രജിസ്ട്രാർ എന്തെങ്കിലും ഡയറക്ഷൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിനോ ജനറൽ പബ്ലിക്കിനോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇങ്ങനെ രജിസ്ട്രാർ എന്തെങ്കിലും ഒരു ഡിസിഷൻസ് ടേക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഗവൺമെൻറ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാവാം എന്തെങ്കിലും ഡയറക്ഷൻസോ ഗൈഡ് ലൈൻസോ രജിസ്ട്രാർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും പ്രൊവിഷൻസിലോ റൂൾസിലോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണലായിട്ട് ആഡ് ചെയ്യോ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസും ഡയറക്ഷൻസും ആയിരിക്കണം എപ്പോഴും രജിസ്ട്രാർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതാണ് സെക്ഷൻ 66A പവർ ഓഫ് രജിസ്ട്രാർ ടു ഗീവ് ഡയറക്ഷൻസിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് നെക്സ്റ്റ് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്തത് സെക്ഷൻ 65 ആൻഡ് റൂൾ നമ്പർ 66, ദാറ്റ് ഈസ് എൻക്വയറിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ എൻക്വയറിയുടെ ടൈമിൽ രജിസ്ട്രാറിനുള്ള പവേഴ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ പ്രൊസീജിയർ ഓഫ് കണ്ടക്റ്റ് ഓഫ് ആൻ എൻക്വയറി കണ്ടക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഫൈനലി ഡിസ്കസ് ചെയ്തതാണ് പവർ ഓഫ് രജിസ്ട്രാർ ടു ഗീവ് ഡയറക്ഷൻ അണ്ടർ സെക്ഷൻ 66A. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രൈബ് സെക്ഷൻ 65. ദാറ്റ് മീൻസ് സെക്ഷൻ 65 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻക്വയറി ആണ് സെക്ഷൻ 65 വരുന്നത്. സോ എൻക്വയറി എന്താണെന്നുള്ളത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ എന്തൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് രജിസ്ട്രാർ എൻക്വയറി നടത്തുന്നതെന്നുള്ളത് കാര്യം കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. നെക്സ്റ്റ് നമ്മൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ഓഫ് രജിസ്ട്രാർ ഡ്യൂറിങ് ദ ഇൻസ്പെക്ഷൻ. അതായത് ഇൻസ്പെക്ഷൻ്റെ ടൈമിൽ രജിസ്ട്രാർക്കുള്ള പവേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ 3 സെക്ഷനാണ് പറയുന്നത്. സബ്സെക്ഷൻ 2, സബ്സെക്ഷൻ 3 ആൻഡ് സബ്സെക്ഷൻ 4 ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. സോ ഈ 3 സെക്ഷൻസും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.